blessing today. ഇവിടെ വന്നതിന് ശേഷമാണ് വചനത്തെക്കുറിച്ച് അറിയുവാൻ തുടങ്ങിയത്. ദൈവം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ബ്ലെസ്സിംഗ് പ്രോഗ്രാം കാണണം നിങ്ങളെല്ലാവരും. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 പേർ കൂടി ചേർന്നിട്ടാണ്. കൊല്ലത്ത് നിന്ന് ജോനാഥൻ ആൻഡ് ഫാമിലി, അപ്പോൾ തന്നെ കോട്ടയത്ത് നിന്ന് എലിസബത്ത് മാത്യു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് ജോനാഥൻ ഇന്നത്തെ ആദ്യത്തെ സ്പോൺസറാണ്. നാളെ ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ചെറിയ കുട്ടിയാണ്. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കൂടെ അവരിവിടെ എഴുതി തന്നിട്ടുണ്ട്. അതുകൂടെ നമ്മളൊന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ മകൻ ജോനാഥന് നാളെ 2 വയസ്സ് പൂർത്തിയാവുകയാണ്. അവൻ 1 വയസ്സും 1 മാസവും പ്രായമുള്ള സമയത്താണ് അവൻ്റെ നട്ടലിന് ഒരു വലിയ സർജറി നടത്തേണ്ടതായിട്ട് വന്നത്. 2014 അത് നടന്നത്. ആ സർജറിയെ തുടർന്ന് അവൻ്റെ നട്ടലിനകത്തേക്ക് റോഡുകളും സ്ക്രൂകളുമെല്ലാം ഡോക്ടേഴ്സ് ഇൻസേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവന് നടക്കാനായിട്ട് ഒട്ടുമേ സാധ്യമല്ലായിരുന്നു. സർജറിക്ക് ശേഷവും നടക്കാത്ത രീതിയിലായിരുന്നു അവൻ്റെ ജീവിതം എന്നുള്ളത്. കാരണം ജനിച്ച നാൾ മുതൽ നടക്കേണ്ട ഒരു പ്രായമുണ്ട്. ആ പ്രായം മുതൽ ഈ കുഞ്ഞ് ഇന്ന് വരെ നടന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകരുമാണ്. ഡോക്ടേഴ്സ് തന്നെ ഈ ഓപ്പറേഷന് ശേഷമായിട്ടും ഈ കുഞ്ഞ് നടക്കും എന്ന കാര്യത്തിൽ വളരെയധികം സംശയം പ്രകടിപ്പിച്ചിരുന്നു. കാരണം കുഞ്ഞിൻ്റെ സ്പൈനൽ കോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ 23 നടന്ന എപ്പിസോഡ് ഞങ്ങൾ ശ്രദ്ധിച്ചു. ആ എപ്പിസോഡ് സിസ്റ്റർ ക്ഷമയായിരുന്നു അന്ന് പ്രാർത്ഥിച്ചത്. ഒരു കുഞ്ഞിനെ കാണുന്നു, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ള, ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ കാണുന്നു. കർത്താവ് ഇപ്പോൾ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നു എന്നാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളിലുള്ള ചില അസുഖങ്ങൾ, ചില വൈകല്യങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ശരീരത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ നടക്കാനായി തുടങ്ങുകയാണ്. മാസങ്ങളായിട്ട് നടക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടും നടക്കാത്ത ചില കുഞ്ഞുങ്ങൾ നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നതായി കർത്താവ് പറയുന്നു. ആ സമയം വരെയും എൻ്റെ മകൻ ജീവിതത്തിൽ ഇന്ന് വരെയും നടന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ഏപ്രിൽ 25 വൈകുന്നേരമായപ്പോൾ ജോനാഥൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇഴഞ്ഞ് ഞങ്ങളുടെ വീട്ടിലുള്ള സോഫയുടെ അടുത്തേക്ക് ഇഴഞ്ഞു പോകുന്നതും പിന്നീട് ആ സോഫയിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു കാഴ്ച കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അടുത്തൊരു ഫർണിച്ചറിലേക്ക് പിടിച്ച് അവൻ നടക്കുന്നതും പിന്നീട് നടപ്പ് മാറി ഓടുന്നതുമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. അതിനുശേഷം ഇന്ന് വരെയും എൻ്റെ മകൻ നടക്കുന്നു, ഒരു പ്രശ്നവുമില്ല. ഡോക്ടേഴ്സ് പോലും വളരെയധികം അത്ഭുതമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് യേശു കർത്താവിനല്ലാതെ ആർക്കും ഇത് ചെയ്യാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്ലെസ്സിംഗ് ടുഡേയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ നല്ല ഒരു കത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നാളെ ജോനാഥൻ്റെ 2nd ബർത്ത്ഡേ ആണ്. അപ്പോൾ തന്നെ അവരുടെ കുറേ പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കണ്ണുകളടച്ച് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോനാഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 2nd ബർത്ത്ഡേ നാളെ ആയിരിക്കുമ്പോൾ കർത്താവെ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി, വിടുതലിനായി നന്ദി കർത്താവെ. അപ്പോൾ തന്നെ കർത്താവെ, അവരുടെ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത വിടുതലിനും സൗഖ്യത്തിനുമായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അപ്പോൾ തന്നെ അവരുടെ അമ്മയ്ക്ക് വേണ്ടിയും അതുപോലെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും വിടുതലും ആരോഗ്യവും അങ്ങ് കൊടുത്ത് അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ പ്രത്യേക സുഹൃത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ വേദനയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയത്തു നിന്നുള്ള എലിസബത്ത് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എലിസബത്തിന് വേണ്ടി തൻ്റെ സഹോദരി സാറാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ 2 പേരുടെയും വിവാഹം മനോഹരമായി നടക്കട്ടെ. അനുയോജ്യമായ ജീവിത പങ്കാളികളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മറിയാമ്മയ്ക്ക് ആരോഗ്യമുണ്ടാകട്ടെ. പിതാവിൻ്റെ മേലുള്ള എല്ലാ രോഗങ്ങളും മാറി പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്ത്
ചെയ്തതിനായി നന്ദി പറയുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ജോനാഥൻ്റെ കുടുംബാംഗങ്ങളോടും അപ്പോൾ തന്നെ എലിസബത്ത് മാത്യുവിനോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കുന്ന കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൂവാറ്റുപുഴ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 3 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. തൃശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 4 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. ബ്രദർ, ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് സോണി എന്നാണ്. തൻ്റെ കുഞ്ഞ് 2 വയസ്സ് പ്രായമുള്ള ഷാരോൺ. ഇവർ വരുന്നത് ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഏകദേശം 2-2.25 മണിക്കൂർ യാത്ര ചെയ്താണ് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ കുഞ്ഞിന് ജനിച്ച് 9-ാം മാസമായപ്പോൾ തൻ്റെ ചെവിട്ടിൽ കൂടി പഴുപ്പ് വരാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ ചെവിട്ടിൽ കൂടി. അങ്ങനെ അത് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് തുള്ളിമരുന്ന് കൊടുത്ത് ഇത് ഇടുക, അതിനുശേഷം 4 വയസ്സ് പ്രായമാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞു. ഈ സിസ്റ്റർ പറഞ്ഞത് 2013 ജനുവരി മാസത്തിലാണ്. പക്ഷേ ദിവസമൊന്നും ഓർമ്മയില്ല. രാവിലെ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ പ്രകാരം പറഞ്ഞു, ചെവിട്ടിൽ നിന്നും ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സിസ്റ്റർ പറഞ്ഞത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പഴുപ്പ് വരുന്ന ക്രമേണ കുറഞ്ഞു വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ആ പഴുപ്പ്, വല്ലാതെ മണം വെച്ചുള്ള പഴുപ്പ് നിന്നു. സൗഖ്യമാക്കുവാൻ കഴിവുള്ള നമ്മുടെ യേശു കർത്താവ് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കി അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയും. കർത്താവെ, ഈ കുഞ്ഞിന് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇതേ രോഗവുമായി ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ അവർ കൂടെ സൗഖ്യമാകട്ടെ. ഈ കുഞ്ഞിനെയും അമ്മയെയും അനുഗ്രഹിച്ചയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്കൊരു വലിയ ഗുഡ് ന്യൂസ് പറയാനുള്ളത്, ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന പലരും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അകത്ത് ഈ വലിയ പ്രകാശം ഇന്ന് അടിച്ചിട്ട് അകത്ത് നിങ്ങൾ എഴുന്നേറ്റ് ആത്മീയമായി ശക്തമായി കത്തി ജ്വലിക്കുന്നൊരു ദിവസമാണ് ഈ ദിവസം. ശക്തമായി കൈകളെ തട്ടി അകത്തൊരു തീരുമാനം. ഇനി ഒരു ദിവസം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ആത്മീയമായി ഞാൻ പ്രകാശമുള്ളൊരു വ്യക്തിയായി ജീവിക്കും. ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവം എന്താ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങൾ ഇടതുഭാഗത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കുക. ആരും ആയിക്കോട്ടെ, ചുമ്മാ അങ്ങ് പറഞ്ഞോ. ഇപ്പുറത്ത് വലതുഭാഗത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. നമ്മളൊക്കെ നാട്ടുകാരാ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്നോടൊന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. അതിനുശേഷം പറയുന്നത് റൈസ് ആൻഡ് ഷൈൻ ഫോർ യുവർ ലൈറ്റ് ഹാസ് കം. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വരുമെന്നല്ല, വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറയാമോ? എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഒരു 4-5 പ്രാവശ്യം ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞേ. പണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളപ്പോൾ മുദ്രാവാക്യം പറയില്ല, അതുപോലെ അങ്ങ് പറഞ്ഞോ, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. എല്ലാവരും ഒന്ന് കേൾക്കട്ടെ, പറഞ്ഞോ ഉറക്കെ. ഹല്ലേലൂയ. I am really joyful today. നോക്കൂ, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി എൻ്റെ ജീവിതം ഇരുളിൽ അല്ല, ഇനി എൻ്റെ ജീവിതം പ്രകാശത്തിലാണ്. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്കറിയാം പലരുടെയും അകത്ത് നിന്നും ഇരുൾ എന്നും എന്നേക്കുമായി മാറിപ്പോകുന്ന നിമിഷങ്ങളാണ്.
നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Your light has come. Hallelujah. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, വെളിച്ചം വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ഇരുളിലിരിക്കുമ്പോഴാണോ സന്തോഷം? വെളിച്ചത്തിലിരിക്കുമ്പോഴാണോ സന്തോഷം? എപ്പോഴാ? വെളിച്ചത്തിലിരിക്കുമ്പോൾ. ഞാൻ പറയട്ടെ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ കുറേ കളർ ബൾബും എല്ലാം ഉണ്ടെങ്കിൽ എന്ത് രസമാണ്. പിള്ളേർ ഇങ്ങനെ നോക്കി നിൽക്കും ലൈറ്റുകൾ കാണാൻ. ഒരു പാർക്കിലേക്ക് ചെന്നാൽ അവിടെയുള്ള ലൈറ്റുകൾ കാണാൻ, ഒരു ഷോപ്പിലേക്ക് ചെന്നാൽ, ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ചെന്നാൽ ലൈറ്റ് കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, ഒരു വലിയ സന്തോഷം എന്നിൽ വന്നിരിക്കുന്നു. മാത്രമല്ല, പ്രകാശം കാണുന്നവർക്കും ഒരു സന്തോഷമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരു സന്ദേശം ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ ഉറക്കെ ഞാൻ വിളിച്ചു പറയുന്നു. യേശുവിൻ്റെ പ്രകാശം നിങ്ങളിൽ വന്ന് ചേർന്നത് കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നവർ പോലും അവർക്കൊരു സന്തോഷം ഉള്ളിൽ വരും. കാരണം യേശുവിൻ്റെ വെളിച്ചമാണ് നീ കൊണ്ട് നടക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായെങ്കിൽ ശക്തിയായി കൈയടിച്ചു. ഹല്ലേലൂയ. എലിസബത്തും മറിയും തമ്മിൽ കണ്ടപ്പോൾ അകത്ത ചിലതൊക്കെ നടന്നെന്ന് അവിടെ പറയുന്നത്. അകത്തൊരു സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ അകത്ത് വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കോളിംഗ് ബെൽ അടിച്ച് കയറുമ്പോൾ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അകത്തുള്ള ദുഃഖം എന്നും എന്നേക്കുമായി മാറിപ്പോകും. കാരണം നിന്നിൽ യേശുവിൻ്റെ പ്രകാശമുണ്ട്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുന്നു. കാരണം നിന്റെ പ്രകാശം വരുമെന്നല്ല, വന്നു പോയി എന്നല്ല, വന്നിരിക്കുന്നു. നിന്റെ കൈവശം അതുണ്ട്, നിന്നിൽ അതുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി പേർക്ക് സന്തോഷമുണ്ടാകും. അടുത്ത വചനം, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് സാധാരണ തേജസ്സല്ല, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സൂര്യോദയം, സൺറൈസ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇവിടെയെങ്കിലും സൂര്യൻ ഇല്ലേ? ഉണ്ട്. ടൂറിന് പോകുമ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കണ്ടു കാണല്ലോ. കോവളത്തോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അത് കാണാൻ വേണ്ടി മാത്രം, സാധാരണ രാവിലെ 10 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തികൾ അത് കാണാൻ വേണ്ടി രാവിലെ ചെന്ന് ക്യാമറ ഒക്കെ ആയിട്ട് ബൈനോക്കുലേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്തിനു വേണ്ടിയാ? അത് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. ഇവിടെ പറയുന്നത് സാധാരണ സൂര്യനല്ല, നീതിയിൻ സൂര്യനായ യേശു, ദൈവം, ദൈവത്തിൻ്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് നിന്റെ അകത്ത് ഉദിച്ച് 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 ഉയരുകയാണ്. ഹല്ലേലൂയ. അത് കാണുന്നവർക്ക് പോലും വലിയ സന്തോഷമുണ്ടാകും. അടുത്ത വചനം, ഇതാ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവിടുത്തെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ആദ്യത്തെ പാർട്ട് ഒന്നുകൂടി വായിച്ചേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ അന്ധകാരം ഭൂമിയെയും. ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ധകാരം ഈ ഭൂമിയെയും പിന്നെ കൂരിരുൾ ജനതകളെയും മൂടുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ആത്മീയമായ ഒരു അന്ധകാരം. എന്താണ് ആത്മീയ അന്ധകാരം? ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഒരു വലിയ പ്രശ്നം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, മരണശേഷം ഒരു ജീവിതമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ഒന്നും അറിയില്ല. ഇതിൻ്റെ പേരാണ് ആത്മീയ അന്ധകാരം. ആരോടെങ്കിലും നിങ്ങൾ വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് ചോദിക്കുക, എടോ ദൈവമുണ്ടോ, ദൈവമുണ്ടോന്ന്? ഞാനാണോ? ഞാനെടുത്തോ ദൈവത്തെ? ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ എന്ത് മനസ്സിലാക്കാം? ഈ വ്യക്തി ആത്മീയമായ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. ആരെങ്കിലും നിങ്ങളോട് ദൈവത്തെ കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദൈവത്തെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ? ഇല്ല. പക്ഷെ പറയാൻ കഴിയണം. 1 കൊരിന്ത്യർ 3:16 6:19 വചനങ്ങളിൽ പറയുന്നു, നമ്മുടെ ശരീരം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾക്കൊരു വീടുണ്ടല്ലോ, ഒരു വാടക വീടെങ്കിലും ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പാർപ്പിടമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പാർപ്പിടമാണ്
നമ്മുടെ ശരീരം. വലത്തെ കൈ നെഞ്ചിൽ വെച്ച് പറഞ്ഞ്, ദൈവത്തിൻ്റെ വസതിയാണ്, ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ പാർപ്പിടമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. ദാറ്റ് മീൻസ് ഇതാണ് ദൈവത്തിൻ്റെ മേൽവിലാസം, ഇതാണ് ദൈവത്തിൻ്റെ അഡ്രസ്. നിങ്ങളുടെ ശരീരം, എൻ്റെ ശരീരമാണ് ദൈവത്തിൻ്റെ അഡ്രസ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആലയമായ, മന്ദിരമായ ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹലോ ഹലോ സ്വയമായിട്ടോ മറ്റുള്ളവരാലോ ഈ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല. വിഷം കുടിച്ച് നശിപ്പിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ ആലയമായ, ദൈവത്തിൻ്റെ ടെമ്പിളായ, ദൈവത്തിൻ്റെ ചർച്ച് ആയ, ദൈവത്തിൻ്റെ പള്ളിയായ ഈ ശരീരത്തെ ദൈവം തൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തന്നതാ. വിഷം കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. റെയിൽവേ ട്രാക്കിൽ നശിപ്പിക്കാൻ പാടില്ല. 2 മീറ്റർ കയറിൽ നശിപ്പിക്കാൻ പാടില്ല. കാരണം ബൈബിൾ പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഒരു നിമിഷം ശ്രദ്ധിക്കുക. അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജനതകളെയും മൂടുമ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? പുറത്ത് മനുഷ്യർ മുഴുവൻ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത നിന്നെ, ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ നിനക്ക്, നിന്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. എല്ലാവരും ഇരുളിൽ തപ്പി തടയുമ്പോൾ നീ അങ്ങനെ തപ്പി തടയേണ്ട ആവശ്യമില്ല. ദൈവപ്രകാശത്തിൽ ജീവിക്കാൻ നിനക്കൊരു വിളിയുണ്ട്. അടുത്ത വചനം കൂടെ വായിക്കാം. വിജാതിയർ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയപ്രഭയിലേക്കും വരും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വിശ്വസിക്കുക. ഇവിടെ എന്താ പറയുന്നത്? അന്ധകാരത്തിൽ ഭൂമിയും ജനതകളും കഴിയുമ്പോൾ നിന്റെ മേൽ ഒന്ന് വ്യക്തിപരമായി നിനക്ക് വേണ്ടി ദൈവപ്രകാശം വന്നിരിക്കുന്നു. 2 അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. വിജാതിയർ നിന്റെ പ്രകാശത്തിലേക്കും, വിജാതിയർ നിന്റെ പ്രകാശത്തിലേക്കും, രാജാക്കന്മാർ നിന്റെ ഉദയപ്രഭയിലേക്കും വരും. രാജാക്കന്മാർ നിന്റെ ഉദയപ്രഭയിലേക്കും വരും. അതിൻ്റെ അർത്ഥം, നിന്നിലുള്ള പ്രകാശം കാണാൻ മറ്റനേകർ നിന്റെ അടുക്കിലേക്ക് വരും. നിന്റെ മേൽ യേശുവിൻ്റെ വെളിച്ചം വന്നു കഴിയുമ്പോൾ മറ്റുള്ളവർ പറയും, അയ്യോ കൂട്ടുകാരി, എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ, മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു വ്യത്യാസം കാണുന്നുണ്ടല്ലോ. പ്രസംഗിക്കൊന്നും വേണ്ട, മറ്റുള്ളവർ നിങ്ങളിലുള്ള മാറ്റത്തെ തിരിച്ചറിയും. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കും, എങ്ങനെയാണിത് സംഭവിച്ചത്? അപ്പോൾ നിങ്ങൾ പറയും, യേശുവാണ് ഈ വെളിച്ചം എനിക്ക് തന്നത്. അങ്ങനെയെങ്കിൽ അവർ പറയും, എനിക്കും അത് കിട്ടാൻ എന്താ വഴി? വിജാതിയർ നിന്റെ പ്രകാശത്തിലേക്ക് വരും. കൈകൾ രണ്ടും ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാമോ? ശക്തിയോടെ 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 ദൈവത്തെ സ്തുതിക്കാമോ? പോരാ പോരാ പോരാ. ബാൽക്കണിയിൽ ദൈവത്തിന് സ്തുതികൾ ഉയരട്ടെ. സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ, ബാലിക ബാലന്മാർ, 2 കൈകളും ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നിന്റെ പ്രകാശം ഇവിടെ ഒളിമിന്നാൻ തുടങ്ങട്ടെ, ഓരോ വ്യക്തിയിലേക്കും അത്. താങ്ക് യു ജീസസ്. അജ്ഞതകൾ മാറിപ്പോകട്ടെ, ഇഗ്നറൻസ് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വചനം. 1 Peter chapter 2 verse number 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നിങ്ങളും അന്ധകാരത്തിലായിരുന്നു, ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്, നിങ്ങളും അവിടെ ആയിരുന്നു. പക്ഷേ ദൈവം നിങ്ങളെ, എത്ര പേർക്ക് ഇത് കേട്ടിട്ട് സന്തോഷമുണ്ടെന്ന് അറിഞ്ഞുകൂടാ,
ദൈവത്തോട് നന്ദി പറയണമെന്ന് തോന്നുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും ലക്ഷങ്ങൾ കോടികൾ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഏത് പ്രകാശമാണ്? അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആരെങ്കിലും പറയാതെ ഉണ്ടെങ്കിൽ അയാളോട് 2 പ്രാവശ്യം പറ, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് രാജകീയ പുരോഹിത വർഗമാണ്. സാധാരണ മനുഷ്യരെ വിളിക്കുന്ന പേരാണ്, ദൈവം വിളിക്കുന്നത് രാജകീയ പുരോഹിത വർഗമാണ് നിങ്ങൾ. വിശുദ്ധ വംശമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനവുമാകുന്നു. ആരാ നിങ്ങൾ? ദൈവത്തിന്റെ, പറഞ്ഞോ, സ്വന്തം ജനമാണ് നിങ്ങൾ. ഹല്ലേലൂയ. മൂവാറ്റുപുഴ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 3 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. തൃശൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ 4 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. ഇത് പ്രാർത്ഥനയുടെ സമയം. നമുക്കൊരുമിച്ച് ചേർന്ന് ഇനി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഏതാണെങ്കിലും അതിന് മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുകയാണ്. ചില ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ചില വ്യക്തികൾ പലവട്ടം നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. മരണം ഒരിക്കലും പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിടും. എന്നാൽ നിങ്ങൾ ജീവിച്ചിരുന്ന് ആ പ്രയാസങ്ങളെ തരണം ചെയ്യുകയാണ് വേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും ഉയർന്ന കാഴ്ചപ്പാടും സ്വപ്നങ്ങളും ഉള്ളവരായി അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക അസുഖമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കാം, കഴിക്കുന്നില്ലായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലായ്പ്പോഴും വൊമിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, ഛർദ്ദിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കൈകാലുകൾ മടക്കാൻ, അതിൻ്റെ വിരലുകൾ മടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ചില പൈശാചിക ബാധയ്ക്ക് അടിമയായിരിക്കുന്ന പോലെ പെട്ടെന്ന് നിങ്ങൾ വല്ലാതെ വയലൻ്റ് ആകും. ഒരുപക്ഷെ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ ഭവനത്തിലുള്ള മറ്റേതെങ്കിലും വ്യക്തിയായിരിക്കും. ഒരു പൈശാചിക ബാധയ്ക്ക് അടിമയായിട്ടുള്ള വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കുലപാതകം നടക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തിയുടെ മേലുള്ള പൈശാചിക ശക്തികൾ തന്നെ വിട്ട് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. അലർജികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. ഏത് തരത്തിലുള്ള അലർജി ആണെങ്കിലും, ഒരു പക്ഷേ ഫുഡ് അലർജി ആയിരിക്കാം, ഒരു പക്ഷേ വെള്ളത്തിനായിരിക്കാം, വായുവിലായിരിക്കാം, ചില പൊടികളിലായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ആ വ്യക്തികൾ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഒരു നല്ല അഡ്മിഷൻ ലഭിക്കാതെ ഭാരപ്പെടുന്ന ചില വിദ്യാർത്ഥികൾ കർത്താവ് അത്ഭുതകരമായ വിടുതലുകൾ നൽകിയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ട് അവിടെ ജോലി ശരിയാകാതെ നിങ്ങളുടെ വിസയുടെ കാലാവധി തീരുകയാണ്. ജോലി ശരിയാകാതെ നിൽക്കുന്ന ചില വ്യക്തികളെ കാണുകയാണ്. കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ വിസയുടെ കാലാവധി തീരുന്നതിന് മുൻപേ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനായി പോകുക. വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ
അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് മൂവാറ്റുപുഴയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമുള്ള ആളുകൾക്ക് അവിടെ വന്ന് പങ്കെടുക്കാൻ സാധിക്കും. നാളെ തൃശ്ശൂരിലാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തു. അപ്പോൾ തന്നെ ഒക്ടോബർ 10 മറക്കരുത്, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ തന്നെ അടുത്ത ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. How can you have more attention of God, more favor of God? നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുകൂലതയെ ആകർഷിക്കുവാൻ കഴിയും? ബൈബിൾ ആൻഡ് ന്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: യിരെമ്യാവ് ആരോട് കൂടെയാണ് ജനത്തിന്റെ ഇടയിൽ പാർത്തത്? With whom Jeremiah dwelled among the people? Options: A. Balus, B. Gedaliah, C. Yohanan, D. Baruch. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം നൽകുന്നവർക്ക് OM ബോക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.